വിശ്വാസ സംരക്ഷണ ജാഥയുടെ പദയാത്ര ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തേക്ക് അടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വിട്ടുനിന്ന പദയാത്രയുടെ ക്യാപ്റ്റൻ കൂടിയായ കെ മുരളീധരനെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് യാത്ര തിരിച്ച മുരളീധരൻ അല്പസമയത്തിനകം പന്തളത്തെത്തി ജാഥയുടെ ഭാഗമാകും. രഘുനാഥ് നാരായണനുണ്ട്. രഘു, കുറെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും ഈ ജാഥയുടെ ഭാഗമാകുന്നുണ്ട്. കെ മുരളീധരൻ ക്യാപ്റ്റൻ എപ്പോഴേക്കെത്തും? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇതുപോലുള്ള മഹാസംഗമം നടത്തുന്നു. മഹാസംഗമത്തിന്റെ മുന്നോടിയായി പറയൂ, ജാഥയുടെ വിവരങ്ങൾ പറയൂ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അല്പസമയം മുമ്പാണ് പദയാത്ര ഇവിടെ പന്തളം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചത്. ഇപ്പോൾ പൊതുസമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട DCC പ്രസിഡന്റ് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഒപ്പം തന്നെ UDF കൺവീനർ അടൂർ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, NK പ്രേമചന്ദ്രൻ, മോൻസ് ജോസഫ് അടക്കമുള്ള UDF നേതാക്കളും ഈ വേദിയിലുണ്ട്. കെ മുരളീധരൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം ഇതുവരെ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കസേര ഇവിടെ ഉണ്ടായിരുന്നു. ആ കസേരയിൽ അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാര്യം. കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഈ 4 ജാഥകളും ചെങ്ങന്നൂരിൽ സമാപിച്ചത്. ആ സമയത്ത് മുരളീധരൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനുള്ള അതിർത്തി കാരണം ഈ ജാഥയിൽ പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷേ KPCC നേതൃത്വം ആ വാർത്ത നിഷേധിക്കുകയും പതിവായി 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി അദ്ദേഹം ഗുരുവായൂർ ദർശനം നടത്താറുണ്ടെന്നും അതിനുവേണ്ടി പോയതാണെന്നുമാണ് KPCC ഔദ്യോഗികമായി വിശദീകരിച്ചത്. പക്ഷേ ആ പൊതുസമ്മേളനം ആരംഭിച്ചിട്ടും ഈ ജാഥ ഏകദേശം 2 മണിക്കൂറോളം എടുത്ത് 7 കിലോമീറ്ററോളം പദയാത്ര നടന്നിട്ടും ഇദ്ദേഹം കെ മുരളീധരൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും വലിയ ഒരു ജനപങ്കാളിത്തമാണ് UDFന്റെ ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ഇവിടെ പന്തളത്തുണ്ടായത്. പദയാത്രയിലും ധാരാളം പ്രവർത്തകർ പങ്കെടുത്തു. UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അവർ ഇത്ര വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് നയിക്കേണ്ടുന്ന ക്യാപ്റ്റൻ കെ മുരളീധരൻ ഇപ്പോഴും എത്തിയിട്ടില്ല. അനുനയ നീക്കമൊക്കെ നടന്ന് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കഷ്ടം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.